അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്താലയത്തിലെ കുബൂരി പുരോഹിതന്മാർ ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയില്ല എന്ന് കണ്ടാൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. അങ്ങനെ അവർ നടത്തുന്ന പല ആരോപണങ്ങളിൽപ്പെട്ട ഒരു ആരോപണമാണ് മുജാഹിദിന്റെ അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട്, മുജാഹിദിന്റെ അള്ളാഹ് ആകാശത്ത് നിന്ന് ഇറങ്ങി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിൽ അള്ളാഹുവിനെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്ന പല മുസ്ലിയാക്കന്മാരുടെ സംസാരങ്ങളും പലപ്പോഴായി നമ്മളൊക്കെ കണ്ടതാണ്. അതിനൊക്കെ കൃത്യമായി സലഫി പണ്ഡിതന്മാർ മറുപടിയും പറയാറുണ്ട്. പക്ഷേ മുസ്ലിയാക്കന്മാർ അതൊന്നും കേൾക്കാറില്ല. ഇനി കേട്ടാൽ തന്നെ അതിനെ ആ രീതിയിൽ ഗണ്ണിക്കുകയോ ചെയ്യാതെ മറ്റ് സ്ഥലങ്ങളിൽ പോയി വീണ്ടും ഇതേ കാര്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആളുകൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കുക, ആളുകൾക്കിടയിൽ ഒസുവാസ് ഉണ്ടാക്കുക, ആളുകളെ കബളിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രം വെച്ച് ജീവിക്കുന്ന, അതൊരു ദിനചര്യ പോലെ കൊണ്ടു നടക്കുന്ന പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയെ പോലെയുള്ള, അലവി സക്കാഫിയെ പോലെയുള്ള, വഹാബ് സക്കാഫിയെ പോലെയുള്ള, കക്കുപ്പടിയെ പോലെയുള്ള, അതുപോലെ തന്നെ പല ദാരിമിമാരും സക്കാഫിമാരും അഹസനിമാരും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇത് സ്ഥിരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടിയാണ്. ഇതൊക്കെ പലപ്പോഴും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, പല സീരിയലുകളും ഇതുമായി ബന്ധപ്പെട്ട് അതൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ സംസാരം ഒന്ന് കേൾക്കാം. റാഫിലിയാക്കളെ വാദമാണ് പഠിച്ചവന് കയ്യും കാലും ഉണ്ട്, മുജാഹിദീൻകുണ്ടാ വാദം. റാഫിലിയാക്കളെ വാദമാണ് അല്ലാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് അർദ്ധരാത്രിയാകുമ്പോൾ ഇറങ്ങി ഇങ്ങനെ വരൂ, കുറച്ച് കഴിയുമ്പോൾ കയറി പോവുകയും ചെയ്യും എന്ന വാദം. അത് മുജാഹിദിനുണ്ട്. അൽമനാറിലില്ലേ, 1988 സെപ്റ്റംബറിൽ അൽമനാറിലുണ്ടല്ലോ, റബ്ബ് ആകാശത്താണ്, എല്ലാ അർദ്ധരാത്രിയും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. അപ്പൊ അതങ്ങനെ ഇറങ്ങി വരും. അപ്പോഴാ ഒരു ശാസ്ത്രീയമായി പഠിക്കുന്ന, ഹൈസ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടി ചോദിച്ചത്, അല്ല മാഷേ, ഈ പറഞ്ഞ ആളൊരു മാഷ, ഏത് ഈ മുജാഹിദിന്റെ മാഷ്, ഈ അൽമനാർ ഇങ്ങനെ കൊണ്ട കൊടുത്തൊരു മാഷോട് ചോദിച്ചു, കുട്ടി ചോദിച്ചു, അല്ല മാഷേ, അത് അമേരിക്കയിൽ അർദ്ധരാത്രി ആകുമ്പോഴാണോ ഇറങ്ങുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ അർദ്ധരാത്രി ആകുമ്പോഴാണോ? അപ്പോഴാ ഈ മാഷ് ആലോചിച്ച, ഇങ്ങനൊരു ചോദ്യം വരാനുണ്ടല്ലോ, ഇങ്ങനൊരു ചോദ്യം വരാണ്ടല്ലോ അപ്പൊ ആലോചിച്ചത്. അപ്പൊ എന്താ, അമേരിക്കയിൽ അർദ്ധരാത്രി ആകുമ്പോഴാണെങ്കിൽ ഇന്ത്യക്കാർക്ക് നട്ടുച്ചക്കല്ലേ അള്ള ഇറങ്ങുന്നത്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഇന്ത്യക്കാർക്ക് വാദകല്ല ഉണ്ടാവൂലേ. ഈ മുജാഹിദ് എന്ത് സംഭവിച്ചു പോയി, അള്ളാഹു ആക്കട്ടെ. നിങ്ങൾ ആലോചിക്കണം. കേട്ടില്ലേ സഹോദരങ്ങളെ? ജനങ്ങളെ കബളിപ്പിക്കാൻ അതിവിദഗ്ധമായിട്ടാണ് കബളിപ്പിക്കുന്നത്. അതിനൊരു സാങ്കല്പിക വിദ്യാർത്ഥിയും അധ്യാപകനും വന്നു, എന്നിട്ട് ഇങ്ങനെ മൂപ്പരവക പറഞ്ഞു, എന്നിട്ട് ഒരു ഇന്നാലില്ല പറഞ്ഞു, എന്നിട്ട് അള്ളാഹു കാക്കട്ടെ എന്നൊരു പ്രാർത്ഥനയും നടത്തി. നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ എന്തെന്നോ വലിയ ആനക്കാര്യം പോലെ ഒരു സത്യസന്ധമായ കാര്യം പറഞ്ഞു എന്നാണ് ആളുകൾ മനസ്സിലാക്കുക. ഇത് ജനങ്ങളെ കബളിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പല വിഷയങ്ങളും ചർച്ച ചെയ്യാറുള്ളത്. ഇയാൾ തന്നെ യഖൂനു ഫി ആഖിറിസ് സമാനി ദജ്ജാലൂന കസ്സാബൂന എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. ഈ ദജ്ജാലുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ഇവിടെയും ഇദ്ദേഹം നടത്തിയ തനി ദജ്ജാലിസം തന്നെയാണ്. മനസ്സിലായല്ലോ? തനി ദജ്ജാലിസം തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഒരു സൃഷ്ടികളോട് താരതമ്യപ്പെടുത്തിക്കൊണ്ടല്ല ഈ പറയുന്ന പ്രയോഗങ്ങൾ നടത്തുന്നത്. ഇപ്പോ അമേരിക്കയിലെ രാത്രി ഇറങ്ങുകയാണ് എങ്കിൽ ഇന്ത്യയുടെ രാത്രിയിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇദ്ദേഹം പരിഹസിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. ഇവിടെ എവിടെയെങ്കിലും മുജാഹിദിന്റെ പണ്ഡിതന്മാർ ഒരു സൃഷ്ടികളോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു സംസാരം നടത്തിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. സലഫി ഗ്രന്ഥങ്ങളിൽ എന്താണ് പറഞ്ഞത്, സലഫികൾ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതില്ലേ? അപ്പോഴാണല്ലോ അത് കൃത്യമായി അറിയുക. പക്ഷെ ഇവർക്ക് ഇതൊക്കെ കുറെയൊക്കെ അറിയാം. ഇവർ മനഃപൂർവ്വം മൂടിവെക്കുകയാണ്. മനസ്സിലായല്ലോ? പലപ്പോഴും ഇവർ മൂടിവെക്കുകയാണ്. പല വിഷയങ്ങളും ഇവർ ഈ രീതിയിൽ തന്നെയാണ്. എല്ലാം മൂടിവെച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ്. ആഖിർ സമാനിലെ ദജ്ജാലുകളായി തന്നെയാണ് ഈ മുസ്ലിയാക്കന്മാരുടെ ഈ പ്രവേശനം. ഇവരുടെ പല സംസാരവും ആ രീതിയിൽ തന്നെയാണ്. എന്താണ് ഇവിടെ സലഫികൾ ഈ വിഷയത്തിൽ പറയുന്നത്? സലഫി അഖീദ പ്രകാരം അള്ളാഹുവിന്റെ സിഫാത്തുകൾ അവയുടെ ബാഹ്യാർത്ഥത്തിൽ നൽകണം. മനസ്സിലായോ? യഥാർത്ഥ അർത്ഥം തന്നെ നൽകണം. അതല്ലാതെ ആലങ്കാരികമായ അർത്ഥങ്ങൾ നൽകി അതിന്റെ ശരിയായ അർത്ഥത്തിൽ നിന്ന് അതിനെ തെറ്റിച്ചു കളയാൻ വേണ്ടി പാടില്ല. മുജാഹിദുകളുടെ വകയല്ലല്ലോ ഇത്. പൂർവ്വകാല ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ച ഒരു വിഷയമാണ്. ഇമാം അബു ഹസനുൽ അശ്അരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അവസാന ഗ്രന്ഥമായ കിതാബുൽ ഇബാനയിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ എത്ര പ്രാവശ്യം മുജാഹിദിന്റെ പണ്ഡിതന്മാർ, സലഫി ഉലമാക്കൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും മുസ്ലിയാക്കന്മാർക്ക് ഇതിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടേയിരിക്കും. അവരുടെ ജീവിതമാർഗമാണ്, അതവരുടെ ഒരു ദിനചര്യയായി കൊണ്ടു നടക്കുന്ന ഒരു പരിപാടിയാണ്. പല ആളുകളും പലപ്പോഴും കാണുമ്പോൾ ഈ രീതിയിൽ സംസാരിക്കാറുണ്ട്. എന്നോട് കുറച്ചു ദിവസം മുമ്പ് ഒരു സഹോദരൻ ഇത് സംസാരിച്ചു. അപ്പോൾ മുസ്ലിയാക്കന്മാർ എന്താണ് ഇത് പറയുന്നത് എന്ന് ഞാൻ ഇങ്ങനെ വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടത്. ഇതിൽ വളരെ മോശമായിട്ടാണ് പരിഹസിക്കുന്നത്.
മനസ്സിലായല്ലോ. എന്നാൽ ഇവരുടെ മുസ്ലിയാക്കന്മാർ, ഇപ്പൊ ഞാൻ നേരത്തെ കാര്യങ്ങൾ പറഞ്ഞല്ലോ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്ന്. ഇവരുടെ മുസ്ലിയാക്കന്മാർ എഴുതിയ പുസ്തകത്തിൽ ഈ പറയുന്ന രീതിയിൽ തന്നെ എഴുതി വെച്ചിട്ടില്ലേ? ഇപ്പോൾ ഇയാൾ വലിയ മുജാഹിദിന്റെ ആകാശത്ത് നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു. ഏത് സമയത്ത് ഇറങ്ങലി എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചല്ലോ. ഇവിടെ റിസാല എന്ന് പറയുന്ന പുസ്തകം, അതിലെന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ഈ വിഷയത്തിൽ എന്താണ് ഇവിടെ റിസാലക്കാരൻ പറയുന്നത്? അഹ്ലുസുന്ന ഈ വിഷയത്തിൽ സുതാര്യമായ നിലപാട് സ്വീകരിക്കുന്നു. സിഫാത്ത് ബ്രാക്കറ്റിൽ ഗുണങ്ങൾ ഹക്കാണ്, ഉള്ളതാണ്, നാം അത് വിശ്വസിക്കുന്നു. പക്ഷേ എങ്ങനെയെന്ന് അജ്ഞാതമാണ്. ഇതിന് വളഞ്ഞ വ്യാഖ്യാനങ്ങളോ ബുദ്ധിശൂന്യമായ അർത്ഥ കൽപ്പനയോ നടത്തേണ്ടതില്ലെന്ന് സുന്നത്ത് ജമാഅത്ത് സിദ്ധാന്തിക്കുന്നു. ഇപ്പോ ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ ഒരു സംസാര ശൈലി നമ്മൾ കണ്ടല്ലോ. ഇവിടെ മുജാഹിദുകൾ ഒരിക്കലും ഇത് സൃഷ്ടികളോടോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലോ അതിനെ വ്യാഖ്യാനിക്കുകയോ അങ്ങനെ രീതിയിൽ സംസാരിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നേർക്ക് നേരെ അതിന്റെ അർത്ഥം പറയുകയാണല്ലോ ചെയ്തത്. ഇത് മുജാഹിദുകളുടെ വകപ്പറഞ്ഞാൻ തുടങ്ങിയതൊന്നും അല്ലല്ലോ. മുൻഗാമികൾ ആ ഇമാമിങ്ങൾ എങ്ങനെയാണോ പറഞ്ഞത് ആ രീതിയിൽ. എന്നാൽ ഇതൊരു സൃഷ്ടികളോട് താരതമ്യപ്പെടുത്തിയിട്ടില്ല. അള്ളാഹുവിന്റെ കൈ, അള്ളാഹു ഇറങ്ങുന്നു, അള്ളാഹു നോക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിന് അനുയോജ്യമായ രീതിയിൽ, മനസ്സിലായില്ല. അതല്ലാതെ അതെങ്ങനെ എന്നുള്ള ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും തന്നെ എവിടെയും നടത്തിയിട്ടില്ല എന്നുള്ളത് കൃത്യമാണ്. പക്ഷെ മുസ്ലിയാക്കന്മാർ ഇതിനെ ഈ രീതിയിൽ വളച്ചൊടിച്ച് സംസാരിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇനി മുസ്ലിയാക്കന്മാരുടെ പുസ്തകത്തിൽ ഇതില്ലേ? റിസാലയിൽ തന്നെ നിങ്ങൾ നോക്കിക്കോ, എന്താണ് ഇതിൽ പറയുന്നത്? ഇതിൽ പറയുന്നത് ഈ രാത്രിയിൽ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും, എന്നിട്ട് കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ പേർക്ക് പാപമോചനം നൽകുന്നതാണ്. ഇതിലാണ് ഇത് വന്നത്? റിസാലയിലാണ്. 1996 ജനുവരി 5 ഇറങ്ങിയ റിസാലയിലാണ് ഇത് പറയുന്നത്. ഇനി തീർന്നോ? അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇതാരാണ് എഴുതിയത്? ഒരു സഖാഫി തന്നെയാണ്, ഇ കെ മാഹിൻ സഖാഫി. ഏതാണ്? റിസാല തന്നെയാണ്. 1996 ജനുവരി 5 ലക്കം 63. എന്താണ് ഇതിൽ പറയുന്നത്? ഇതിൽ പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. എന്താണ്? ഈ രാത്രിയിൽ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരികയും എന്നിട്ട് കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ പേർക്ക് പാപമോചനം നൽകുന്നതാണ്. തിർമിദി അഹ്മദ്. ഇനിയുമുണ്ട്. എന്താണ്? സിറാജ്, സുന്നത്ത് ജമാഅത്തിൽ ജിഹ്വ എന്ന് പറയുന്ന സിറാജിൽ തന്നെ വന്നത്. എപ്പോൾ വന്നത്? 1997 ഡിസംബർ 12 വെള്ളി. മനസ്സിലായല്ലോ. മോചന രാവ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വി അലവി സഖാഫി ഓളവട്ടൂർ എന്ന് പറയുന്ന ആൾ എഴുതിയ ലേഖനത്തിൽ എന്താണ് പറയുന്നത്? നിങ്ങൾ ശരിക്കും സ്ക്രീനിൽ ശ്രദ്ധിച്ചോ? എന്താണ് പറയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ശഅബാനിന്റെ പകുതിയുടെ രാവിൽ നിങ്ങൾ നിസ്കരിക്കുകയും പകലിൽ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുക. കാരണം അന്ന് അസ്തമനം മുതൽ ഒന്നാം ആകാശത്ത് വന്ന് അള്ളാഹു ഇങ്ങനെ വിളംബരം ചെയ്യും. അപ്പോൾ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് ഇവരുടെ പുസ്തകത്തിൽ തന്നെയുണ്ട്. നെഹിയ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഇവരുടെ പുസ്തകത്തിലും ഇതേ കാര്യം പറയുന്നില്ലേ? എന്താണ് പറയുന്നത്? നിങ്ങൾ സ്ക്രീനിൽ ശരിക്കും ശ്രദ്ധിച്ചോ? എല്ലാ ഓരോ രാത്രിയിലും അതിന്റെ അവസാനത്തെ 1/3 അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുകയും, അപ്പോൾ അള്ളാഹു ഒന്നാം ആകാശത്ത് ഇറങ്ങുമെന്ന് സമസ്തയുടെ എത്ര പുസ്തകം നമ്മൾ കാണിച്ചു തന്നു? നിരവധി പുസ്തകങ്ങൾ കാണിച്ചു തന്നില്ലേ? അതിലൊക്കെ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് മുജാഹിദുകളുടെ വകപ്പറഞ്ഞതാണോ? എന്താണ് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട്? അത് നമുക്ക് ബഹുമാന്യനായ പണ്ഡിതൻ യാസിർ ബിൻ ഹംസ അദ്ദേഹം വിശദീകരിക്കുന്നു, കേൾക്കാം. അതായത് അള്ളാഹുവിന്റെ സിഫാത്തുകൾക്ക് അവയുടെ ബാഹ്യമായ അർത്ഥം നൽകണം, യഥാർത്ഥ അർത്ഥം നൽകണം എന്ന് പറഞ്ഞാൽ മജാസിലേക്ക് പോകാൻ പാടില്ല. ആലങ്കാരികമായ അർത്ഥങ്ങൾ നൽകി അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നിന്ന് തെറ്റിക്കാൻ പാടില്ല എന്നാണ്. ഇത് പൂർവ്വകാലത്തുള്ള ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ച കാര്യമാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്ത് ഇമാമിങ്ങളൊക്കെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ യാഥാർത്ഥ്യമാണ്. മനസ്സിലായല്ലോ സഹോദരങ്ങളെ? ഇമാമിങ്ങൾ, അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇമാം അബൂ ഹസൻ അൽ അശ്അരി റഹിമഹുള്ളയുടെ കിതാബുൽ ഇബാന എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അവസാന ഗ്രന്ഥത്തിൽ ഈ വിഷയത്തിൽ കൃത്യമായി ഈ വിഷയം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പറയുമ്പോൾ സമസ്തയുടെ മുസ്ലിയാക്കന്മാർ പല ഈ പറയുന്ന രീതിയിലുള്ള സമൂഹത്തിനിടയിൽ തെറ്റിദ്ധാരണ പടർത്തുന്ന പല മുസ്ലിയാക്കന്മാരും പറയാറുള്ളത് അവരുടെ സ്ഥിരം പരിപാടിയാണ്. ഏത് വിഷയത്തിലും അവരെടുക്കുന്ന ഒരു നിലപാടാണ് എന്ത്? അതിലൊക്കെ മുജാഹിദുകൾ കൈകടത്തൽ നടത്തിയിട്ടുണ്ട്. ഇവരുടെ സെബീന കിതാബ് ഒരു മുജാഹിദുകൾ ഇറക്കിയതാണെന്ന് ഒരു ഉടുപ്പില്ലാതെ അലവി സക്കാഫി പറയും നമ്മൾ കണ്ടതാണ്. എന്നതുപോലെ തന്നെ ഈ വിഷയത്തിലും ഇവരെടുക്കുന്ന ഒരു നിലപാടാണെന്ത്? ഇതിലൊക്കെ മുജാഹിദുകൾ കൈകടത്തൽ നടത്തിയിട്ടുണ്ട്. ഇതിങ്ങനെയുള്ള ഒരു ഗ്രന്ഥമാണോ? അല്ലല്ലോ. അതിനെക്കുറിച്ച് നമുക്ക് ബഹുമാന്യനായ പണ്ഡിതൻ യാസിർ ബിൻ ഹംസ തന്നെ വിശദീകരിക്കും. നമുക്കൊന്ന് കേൾക്കാം.
എതിരാളികൾ പറയാറുണ്ട്, കിതാബുൽ ഇബാന നമുക്ക് അവലംബിക്കാൻ പറ്റില്ല, കാരണം വഹാബികൾ കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട്, തിരുമറി നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉത്തരം, ഒന്നാമതായി കിതാബുൽ ഇബാന ഇമാം അബുൽ ഹസൻ അശ്ശഅരി റഹ്മഹുല്ലാഹ് എഴുതിയ അവസാനത്തെ ഗ്രന്ഥമാണ്. അതിൽ തിരുമറി നടത്തി, കൈകടത്തൽ നടത്തി എന്നൊക്കെ ശരിക്ക് തെറ്റായ വാദമാണ്, ആരോപണമാണ്. അതിന് തെളിവുമില്ല. കാരണം കിതാബുൽ ഇബാന അതിന് ധാരാളം കയ്യെഴുത്ത് പ്രതികളുണ്ട് ലോകത്ത്, അച്ചടിക്കപ്പെട്ട പ്രതികളുണ്ട്. കിതാബുൽ ഇബാന പല യൂണിവേഴ്സിറ്റികളിലും തീസിസായിട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അസ്ഹറിൽ, അതേപോലെ സൗദി അറേബ്യയിലൊക്കെ പല ഗവേഷകന്മാരും പഠനത്തിന് വിധേയമാക്കിയ ഗ്രന്ഥമാണ് കിതാബുൽ ഇബാന. ധാരാളം മഖ്തൂത്താത്ത്, കയ്യെഴുത്ത് പ്രതികളുടെ അടിസ്ഥാനത്തിൽ തഹ്ഖീഖ് ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ് കിതാബുൽ ഇബാന. അപ്പോൾ ഇത് നിസ്സാരമായി അതിൽ കൈ കടത്തി അല്ലെങ്കിൽ തിരുമൽ നടത്തി എന്നൊക്കെ പറയുന്നത് ശരിക്ക് തെറ്റായ ഒരു ആരോപണമാണ്. കേട്ടില്ലേ സഹോദരങ്ങളെ, എത്ര കൃത്യമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു വിശദീകരണം. ഇവര് മുജാഹിദുകൾക്ക് നേരെ എപ്പോഴും നടത്തുന്ന ഒരു പരിപാടിയാണ്. എല്ലാം നമ്മൾ കൈകടത്തിൽ നടത്തി, അവര് നടത്തുന്ന ആശയങ്ങൾ, അവര് പ്രചരിപ്പിക്കുന്ന ഒരു രീതിയിൽ കിതാബിൽ എവിടെയും ഒന്നും കാണാൻ കഴിയില്ല. ആധികാരിക ഗ്രന്ഥങ്ങളിൽ എവിടെയും ഒന്നും കാണാൻ കഴിയില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ അവർ പറയാറുള്ള ഒരു സ്ഥിരം പരിപാടിയാണ് അത് മുജാഹിദുകൾ കൈകടത്തുന്നത്. പല കിതാബുകളിലും ഈ രീതിയിൽ മുജാഹിദുകൾ കൈകടത്തി എന്ന് അവർ ആരോപിക്കാറുണ്ട്. അതൊരു സ്ഥിരം പരിപാടിയാണ്. എന്നതുപോലെ തന്നെയാണ് ഈ വിഷയത്തിലും ഇവർ ഈ കൈകടത്തൽ നടത്തി എന്ന് പറയുന്ന ആരോപണം നടത്താറുള്ളത്. ഇനിയോ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ ഇമാം അബൂ ഹസൻ അൽ അശ്അരി റഹിമഹുല്ലാ മാത്രമാണോ ഈ രീതിയിൽ ഇങ്ങനെ ഒരു ചർച്ച നടത്തിയത്, ഇല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു ഇത് കൊടുത്തതല്ല? അതല്ലാതെ മറ്റ് പണ്ഡിതന്മാരും ഈ രീതിയിൽ തന്നെ കൊടുത്തിട്ടില്ലേ? ഈ മുൻകാല പണ്ഡിതന്മാർ ഈ രീതിയിൽ വിശദീകരണം കൊടുത്തിട്ടില്ലേ? നമുക്ക് ബഹുമാന്യ പണ്ഡിതൻ യാസിർ ബിൻ ഹംസ തന്നെ അത് വിശദീകരിക്കുന്ന ഒരുപാട് കിതാബുകൾ കാണിച്ചുകൊണ്ട് അത് വിശദീകരിക്കുന്ന നമുക്കൊന്ന് കേൾക്കാം. ഇമാം അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാഹ് കിതാബുൽ ഇബാനയിൽ പറഞ്ഞ ഈ വിഷയം, അഥവാ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾക്ക് ഹഖീഖിയായ വാഹിറായ മാന നൽകണം, ഇതിൻ്റെ ബാഹ്യാർത്ഥം നൽകണം എന്ന ആശയം പല ഇമാമിങ്ങളും, പൂർവ്വകാലത്തുള്ള പല ഇമാമിങ്ങളും, ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം പോലെയുള്ള സലഫി ഇമാമിങ്ങളൊക്കെ വരുന്നതിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ യാഥാർത്ഥ്യമാണ്. ഉദാഹരണമായി ഇവിടെ സുഹൃത്ത് ചോദിക്കുന്നത് വേറെ ചില കിതാബുകൾ ഉദ്ധരിക്കാൻ പറ്റുമോ എന്നാണ്. തീർച്ചയായും നമുക്ക് ധാരാളം ഗ്രന്ഥങ്ങൾ, ആധികാരികമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കിതാബുകൾ ഈ വിഷയത്തിൽ ഉദ്ധരിക്കാനുണ്ട്. ഉദാഹരണമായി ഇമാം ഇബ്നു ജരീർ അത്ത്-തബരി, അബു ജഅഫർ ഇബ്നു ജരീർ അത്ത്-തബരി റഹ്മഹുല്ലാഹ് എഴുതിയ ഗ്രന്ഥമാണ് അത്ത്-തബ്സീർ ഫി മആലിമിദ്ദീൻ. അഖീദ ഗ്രന്ഥമാണ്, അത് അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഇമാം തബരി പറയുന്നുണ്ട്, അതായത് സിഫാത്തുകളൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം സിഫാത്തുകളുടെ വിഷയത്തിൽ നാം സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് എന്നൊരു ചോദ്യമായി ഇമാം തബരി അവതരിപ്പിക്കുകയാണ്. ഫഇൻ ഖാല ലനാ ഖായിലുൻ ഫമ الصواب من القول في معاني هذه الصفات التي ذكرت وجاء ببعضها كتاب الله عز وجل ووحيه وجاء ببعضها رسول الله صلى الله عليه وسلم. അതായത് ഇവിടെ ഒരാൾ നമ്മോട് ചോദിക്കുകയാണ്, താങ്കൾ ഉദ്ധരിച്ച ഈ സിഫാത്തുകളുടെ അർത്ഥങ്ങളെ സംബന്ധിച്ച് എന്താണ് സവാബായ കൗല്, അതായത് കിതാബിലും സുന്നത്തിലുമൊക്കെ വന്ന ഈ സിഫാത്തുകളുടെ അർത്ഥങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഏത് നിലപാട് സ്വീകരിക്കണമെന്ന് ഒരാൾ നമ്മോട് ചോദിച്ചാൽ എന്താണ് മറുപടി? ഇമാം തബരി ചോദിക്കുകയും മറുപടി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഖീല അസ്സവാബു മിൻ ഹാദൽ ഖൗലി ഇൻദനാ അൻ നുസ്ബിത ഹഖായിഖഹാ അലാ മാ നഅരിഫു മിൻ ജിഹത്തിൽ ഇസ്ബാതി വനഫ്യി അത്തശ്ബീഹി കമാ നഫാ ദാലിക അൻ നഫ്സിഹി ജല്ല സനാഉഹു ഫഖാല ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ അസ്സമീഉൽ ബസീർ. അപ്പോൾ എന്താണ് വേണ്ടത്? അതായത് സവാബായ ഖൗൽ നമ്മുടെ പക്കൽ, നമ്മുടെ
വീക്ഷണപ്രകാരം ഈ വിഷയത്തിൽ സവാബായ ഖൗല്, സിഫാത്തുകളുടെ ഹഖീഖത്തുകൾ നാം സ്ഥിരപ്പെടുത്തേണ്ട രൂപത്തിൽ നാം സ്ഥിരപ്പെടുത്തുക, അതേപോലെ തന്നെ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്താതിരിക്കുക. അപ്പോൾ സിഫാത്തുകളുടെ ഹഖീഖത്തുകൾ നാം സ്ഥിരപ്പെടുത്തണം എന്നാണ് ഇമാം തബരി പറയുന്നത്. ഏതിന്റെ ഹഖീഖത്ത്? സിഫാത്തുകളുടെ മആനിയെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അമീൻ മൗലവിയും കൂട്ടരൊക്കെ പറയാറുണ്ട്, തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതായത് സലഫുകൾ വാഹിർ സ്ഥിരപ്പെടുത്തണം എന്നതിന്റെ വിവക്ഷ പദത്തിന്റെ ആ ബാഹ്യമായ ആ അക്ഷരങ്ങളുണ്ടല്ലോ, അക്ഷരങ്ങൾ സ്ഥിരപ്പെടുത്തുക, അർത്ഥത്തിലേക്ക് പോകാതിരിക്കുക എന്നാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അത് ദുർവ്യാഖ്യാനമാണ്. ഇവിടെ ഇമാം തബരി നോക്കൂ നിങ്ങൾ, മആനി ഹാദിഹി സിഫാത്തി, സിഫാത്തുകളുടെ മആനിയെ സംബന്ധിച്ച് എന്ത് നമ്മൾ പറയണം? ഉത്തരം എന്താണ്? അൻ നുസ്ബിത ഹഖായിഖഹ. അപ്പോൾ സിഫാത്തുകളുടെ അർത്ഥങ്ങളുടെ ഹഖീഖത്ത് നാം സ്ഥിരപ്പെടുത്തണം എന്നാണ് ഇമാം തബരി പറയുന്നത്. 140 പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. 146 പേജിൽ നോക്കൂ നിങ്ങൾ, വേറെ ചോദ്യം. അതായത് അള്ളാഹുവിന്റെ നുസൂലുമായി ബന്ധപ്പെട്ടു, അള്ളാഹുവിന്റെ മജീഉമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നു, ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു, ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു എന്ന ഈ ഹദീസ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഖിയാമത്ത് നാളിൽ വരുന്നതാണ്, വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ എന്ന ഈ മജീഇനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? ഇവിടെ ചോദ്യമാണ്. ഇമാം തബരി ചോദിക്കാൻ 146 പേജിൽ, ഫഇൻ ഖാല ലനാ മിൻഹും ഖായിലുൻ ഫമാ അൻത ഖായിലുൻ ഫീ മഅനാ ദാലിക, എന്താണ് ഈ സിഫത്തിനെ സംബന്ധിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? ഖീല ലഹു മഅനാ ദാലിക മാ ദല്ല അലൈഹി ളാഹിറുൽ ഖബരി. മനസ്സിലാക്കണം, അതിന്റെ അർത്ഥം എന്താണ്? ഖബറിന്റെ, അതായത് ഈ ഹദീസ് അല്ലെങ്കിൽ ആയത്ത് ഹദീസ് ഇതിനെ സംബന്ധിച്ചാണ് ഖബർ എന്ന് പറയാം. ഈ ഖബറിന്റെ വാഹിർ എന്താണോ അറിയിക്കുന്നത് അത് തന്നെയാണ് അതിന്റെ അർത്ഥം. എത്രമാത്രം വ്യക്തമായ വിശദീകരണമാണ്. ഇമാം തബരി പറയുന്നു, എന്നിട്ട് ഫനഖൂലു യജീഉ റബ്ബുനാ ജല്ല വജലാലുഹു യൗമൽ ഖിയാമത്തി വൽ മലക്കു സഫൻ സഫ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാഹു ഖിയാമത്ത് നാളിൽ വരും, അതേപോലെ ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും. വയഹ്ബിതു ഇലസ് സമാഇദ് ദുനിയ. കണ്ടോ, നുസൂലിന്റെ ഹദീസിന്റെ അർത്ഥമാണ് ഇവിടെ പറയുന്നത്. യൻസിലു എന്ന പദം മാത്രം സ്ഥിരപ്പെടുത്തിയോ? അല്ല, അതോടൊപ്പം തന്നെ അതിന്റെ അർത്ഥവും പറയുന്നുണ്ട്. വയഹ്ബിതു ഇലസ് സമാഇദ് ദുനിയ, ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. വലാ നഖൂലു, ഇമാം തബരി പറയുന്നു, വലാ നഖൂൽ, ഞങ്ങൾ ഒരിക്കലും പറയില്ല, മഅനാ ദാലിക യൻസിലു അംറുഹു, അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഇറങ്ങുന്നതെന്ന് ഒരിക്കലും ഞങ്ങൾ പറയുകയില്ല. ബൽ നഖൂലു അംറുഹു നാസിലുൻ ഇലൈഹാ കുല്ല ലഹ്മത്തിൻ വസാഅത്തിൻ വഇലാ ഗൈരിഹാ മിൻ ജമീഇ ഖൽഖിഹി. അത് അള്ളാഹുവിന്റെ കൽപ്പന ഓരോ നിമിഷവും ഇറങ്ങി വരുന്നുണ്ടല്ലോ. എന്താപ്പോ എന്താ പറയാ, രാത്രി അന്ത്യാമങ്ങളിൽ മാത്രം. അപ്പോൾ അള്ളാഹു തന്നെ ഇറങ്ങി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല വയഹ്ബിതു ഇലസ് സമാഇ ദുനിയ, അള്ളാഹുവിന്റെ കൽപ്പന ഇറങ്ങി വരുമെന്നല്ല, അള്ളാഹു തന്നെ ഇറങ്ങി വരും. അതിന്റെ വാഹിറായ മാന തന്നെ സ്ഥിരപ്പെടുത്തണം. ഇമാം തബരി കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതിനുശേഷം ഇമാം തബരി പറയുന്നത്, വകല്ലദി ഖുൽനാ ഫീ ഹാദിഹിൽ മആനി മിനൽ ഖൗലി അസ്സവാബു മിനൽ ഖീലി ഫീ കുല്ലി മാ വറദ ബിഹിൽ ഖബറു ഫീ സിഫാത്തില്ലാഹി അസ്സ വജല്ല വഅസ്മാഇഹി തആല ദിക്റുഹു ബിനഹ്വി മാ ദകർനാ. അപ്പോൾ ഇതേ നിലപാട് തന്നെ അള്ളാഹുവിന്റെ മറ്റു സിഫാത്തുകളെ സംബന്ധിച്ചും അസ്മാകളെ സംബന്ധിച്ചും ഒക്കെ നാം അർത്ഥം പറയുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? വാഹിറുൽ ഖബർ ആയിരിക്കണം സ്ഥിരപ്പെടുത്തേണ്ടത്. അതായത് ഹദീസിലും ആയത്തിലുമൊക്കെ വന്ന സിഫാത്തുകളുടെ ബാഹ്യാർത്ഥം നൽകണം. തഅ്വീൽ പാടുണ്ടോ? പാടില്ല. മജാസ് പാടുണ്ടോ? പാടില്ല. അള്ളാഹുവിന്റെ സിഫാത്തുകൾക്ക് മജാസ് നൽകാൻ പാടില്ല. അപ്പം യൻസിലു, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് യൻസിലു റബ്ബുനാ, നമ്മുടെ റബ്ബ് ഇറങ്ങി വരും എന്ന് പറയുമ്പോൾ അവിടെ യൻസിലു അംറുഹു, അവന്റെ കൽപ്പനയാണ് ഇറങ്ങുന്നത്. റബ്ബ് ഇറങ്ങുമെന്നല്ല, കൽപ്പന ഇറങ്ങുമെന്നാണ് വല്ലവനും പറഞ്ഞാൽ അതൊരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് ഇമാം തബരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അത്തബ്സീർ ഫീ മആലിമിദ്ദീൻ എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ ഇമാം അബുൽ ഹസൻ അശ്അരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബുൽ ഇബാനയിൽ
കൈ കടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ തിരുമൽ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. കാരണം വേറെയും എത്രയോ ഇമാമിയങ്ങൾ ഇതേ ആശയം തന്നെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന, ഇമാം ഷാഫിഈയുടെ ഉസ്താദാണല്ലോ, ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന എന്താ പറഞ്ഞത്? കുല്ലു ഷൈഇൻ വസഫല്ലാഹു ബിഹി നഫ്സഹു ഫഖിറാഅതുഹു തഫ്സീറുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നഫ്സിനെ വിശേഷിപ്പിച്ച എല്ലാ വിശേഷണങ്ങളും എന്താണ് അതിൻ്റെ തഫ്സീർ? ഫഖിറാഅതുഹു തഫ്സീറുഹു, അതിൻ്റെ പാരായണം തന്നെയാണ് അതിൻ്റെ തഫ്സീർ. ഇമാം സുഫിയാൻ ഇബ്നു ഉയൈനയുടെ ഈ ഇബാറത്ത് വെച്ചുകൊണ്ട് എതിരാളികൾ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. അമീൻ മൗലവി അടക്കം ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ബാഹ്യമായ ആ വാക്ക് സ്ഥിരപ്പെടുത്തുക, അർത്ഥത്തിലേക്ക് അടക്കാൻ പാടില്ല. കാരണം ഫഖിറാഅതുഹു തഫ്സീറുഹു, അതിൻ്റെ പാരായണമാണ് തഫ്സീർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. എന്നാൽ ഇമാമിങ്ങൾ ഇതുപോലെയുള്ള സലഫുകളുടെ ഇബാറത്തുകളെ എങ്ങനെയാണ് ഈ വ്യാഖ്യാനിച്ചത്? മഹാനായ ഇമാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഇമാം അബുൽ ഖാസിമുൽ അസ്ബഹാനി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ ഹുജ്ജ ഫീ ബയാനിൽ മഹജ്ജ എന്ന കിതാബിൽ പറയുന്നുണ്ട്, ഐ ഹുവ അലാ ളാഹിരിഹി ലാ യജൂസു സർഫുഹു ഇലൽ മജാസി ബിനൗഇൻ മിനത് തഅ്വീൽ. അപ്പോൾ ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന പറയുന്ന വിവക്ഷ എന്താണ്? അതായത് സിഫാത്തുകളുടെ ബാഹ്യമായ വാഹിറായ അർത്ഥം നൽകണം, മജാസിലേക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ല, തഅ്വീൽ നൽകാൻ പാടില്ല എന്നാണ് സുഫിയാൻ ഇബ്നു ഉയൈന പറഞ്ഞത്. അപ്രകാരം ഇമാം അബുൽ ഖാസിം അൽ അസ്ബഹാനി റഹ്മഹുല്ലാഹ് വിശദീകരിച്ചതായി ഇമാം ദഹബി കിതാബുൽ ഉലൂമിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം അബുൽ ഖാസിം അൽ അസ്ബഹാനി റഹ്മഹുല്ലാഹ് ഇബ്നു തൈമിയ്യക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹം ഖവ്വാമുസ് സുന്ന, സുന്നത്തിന്റെ കൊടിവാഹകൻ എന്ന പേരാണ്, സ്ഥാനപ്പേരാണ് അദ്ദേഹത്തിന് നൽകപ്പെട്ടത്. അങ്ങനെയുള്ള ഇമാം അബുൽ ഖാസിം അൽ അസ്ബഹാനി അദ്ദേഹം വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്. അപ്പോൾ ഇമാം അശ്ശാരി റഹ്മഹുല്ലാഹ് കിതാബുൽ ഇബാനയിൽ വഹാബികൾ കടത്തിക്കൂട്ടി എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. കൃത്യമായി ഇമാമിങ്ങൾ പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഇമാം അബൂ ഉസ്മാൻ അസ്സാബൂനി അറിയപ്പെട്ട അഹ്ലുസുന്ന വൽ ജമാഅത്ത് പണ്ഡിതനാണല്ലോ. അദ്ദേഹത്തിൻ്റെ അഖീദുസ് സലഫ് വ അസ്ഹാബുൽ ഹദീസ്, അഖീദുസ് സലഫി വ അസ്ഹാബുൽ ഹദീസ് എന്ന കിതാബിൽ അദ്ദേഹം ഹിജ്റ 449 മരണപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അതായത് വകദാലിക യഖൂലൂന ഫി ജമീഇ സിഫാത്തി അല്ലതി നസല ബിദിക്രിഹൽ ഖുർആൻ, അതായത് ഖുർആനിലെ അതേപോലെ തന്നെ സ്വഹീഹായ ഹദീസുകളിലൊക്കെ വന്ന സിഫാത്തുകൾ സംബന്ധിച്ച് എന്താണ് സമഅ്, ബസർ, ഐന്, വജ്ഹ്, ഇൽമ് പോലെയുള്ള സിഫാത്തുകളെ സംബന്ധിച്ചൊക്കെ സലഫുകൾ അസ്ഹാബുൽ ഹദീസ് സ്വീകരിച്ചിരുന്ന നിലപാടെന്താണ് അവിടെ പറയുന്നുണ്ട്. അതായത് അതിനെ സാദൃശ്യപ്പെടുത്താൻ പാടില്ല, കൈഫ് എന്ന് പറയാൻ പാടില്ല, അതേപോലെ തന്നെ ദുർവ്യാഖ്യാനിക്കാൻ പാടില്ല. എന്നിട്ട് പറയുന്നുണ്ട് വലാ ഇസാലത്തിൽ ലിലഫ്ദിൽ ഖബരി അമ്മാ തഅരിഫുൽ അറബ്. ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിശദീകരണമാണ്. അതായത് അറബികൾക്ക് പരിചയമുള്ള ആ അർത്ഥത്തിൽ നിന്ന് ഖബറിന്റെ ലഫ്ദിനെ തെറ്റിക്കാൻ പാടില്ല, മാറ്റാൻ പാടില്ല. വതദഉഹു അലൈഹി ബിതഅ്വീലിൻ മുൻകറിൻ മുസ്തൻകർ. അപ്പോൾ മോശമായ തെറ്റായ തഅ്വീൽ നൽകിക്കൊണ്ട് അറബികൾ സ്ഥാപിച്ച ആ അർത്ഥത്തിൽ നിന്ന് ലഫ്ദിനെ മാറ്റാൻ പാടില്ല. വയുജറൂന അല ളാഹിരി, സലഫുകൾ ചെയ്തിരുന്നത് സിഫാത്തുകളുടെ അർത്ഥത്തൊക്കെ ളാഹിറിന്റെ മേലെ കൽപ്പിച്ചിരുന്നു. വയകിലൂന ഇൽമഹു ഇലല്ലാഹ്, എന്നാൽ അതിന്റെ ഇൽമ്, ആത്യന്തികമായ അർത്ഥം, അതിന്റെ കൈഫിയത്ത് ഒക്കെ അല്ലാഹുവിലേക്ക് വിട്ടുകൊടുത്തിരുന്നു. വയുഖിറൂന ബിഅന്ന തഅ്വീലഹു ലാ യഅലമുഹു ഇല്ലല്ലാഹ്. അപ്പോൾ കൈഫിയത്തിന്റെ, അതിന്റെ ആത്യന്തികമായ അർത്ഥത്തെ സംബന്ധിച്ച് അതിലെ തഅ്വീൽ അല്ലാഹുവിന് മാത്രമേ അറിയൂ. പക്ഷേ ബാഹ്യമായ അർത്ഥം അത് നമുക്കറിയാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സിഫാത്തുകളെ സ്ഥിരപ്പെടുത്തേണ്ടത്. അറബികൾക്ക് പരിചിതമായ, അറിയാവുന്ന, അവർ സ്ഥാപിച്ച ആ അർത്ഥത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മോശമായ തഅ്വീൽ നൽകാൻ പാടില്ല എന്ന് ഇമാം അബൂ ഉസ്മാൻ അസ്സാബൂനി സലഫുകളുടെ പേരിൽ ഉദ്ധരിക്കുന്നു.
പ്രിയമുള്ളവരെ, ഇതൊക്കെ നമുക്ക് കൃത്യമായി പണ്ഡിതന്മാരുടെ കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് പലപ്പോഴും അമീൻ മൗലവിയും കൂട്ടരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന വേറൊരു ഇബാറത്താണ് മുമ്പ് നാം വിശദീകരിച്ചതാണ്. അതായത് പിന്നെ അമിർറൂഹ കമാ ജാഅത്, വന്നതുപോലെ സ്ഥിരപ്പെടുത്തുക, വന്നതുപോലെ പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും ഈ കൂട്ടര്. വന്നതുപോലെ പറയുക എന്നാണ് അതിന്റെ ആ ലഫ്ദ് മാത്രം, സിഫാത്തുകളുടെ വാക്കുകൾ മാത്രം സ്ഥിരപ്പെടുത്തുക, അതിന്റെ അർത്ഥത്തിലേക്ക് പോകാൻ പാടില്ല, അർത്ഥം അള്ളാഹുലേക്ക് വിട്ടുകൊടുക്കുക എന്നതാണ് അത്ര ഇതിന്റെ അർത്ഥം. അങ്ങനെയാണ് സലഫുകൾ പറഞ്ഞത്? ഒരിക്കലുമല്ല. മറിച്ച് ഇമാമിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, പണ്ഡിതന്മാര് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അമിർറുഹ കമാ ജാഅത്. ഉദാഹരണമായിട്ട് ഇമാം അബുൽ ഖാസിം അൽ-ലാലക്കായി അദ്ദേഹത്തിന്റെ വിഖ്യാത അഖീദ കിതാബിൽ പറയുന്നുണ്ട്, സലാസുൻ മൻ കുന്ന ഫീഹി ഫഹുവ മുനാഫിഖുൻ. അതിനെ സംബന്ധിച്ച് ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം ഇബ്നുൽ മദീനി പോലെയുള്ള അഇമ്മത്തുകളൊക്കെ സലാസുൻ മൻ കുന്ന ഫീഹി ഫഹുവ മുനാഫിഖുൻ, 3 ഗുണങ്ങൾ വല്ലവനും ഉണ്ടെങ്കിൽ അവൻ കപടവിശ്വാസിയാണ്, 3 സ്വഭാവങ്ങൾ വല്ലവനും ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ കപടവിശ്വാസിയാണ് എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ജാഅത് അല തഗ്ലീദി നർവീഹാ കമാ ജാഅത് വലാ നുഫസ്സിറുഹാ. അതായത് ഇത് വളരെ താക്കീദിന്റെ ഒരു ഹദീസാണ്. നർവീഹാ കമാ ജാഅത് വലാ നുഫസ്സിറുഹാ എന്ന് പറഞ്ഞാൽ വന്നതുപോലെ നമ്മൾ ഉദ്ധരിക്കുന്നു, അതിന് തഫ്സീർ നൽകുകയില്ല എന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം? അതായത് 3 സ്വഭാവങ്ങൾ വല്ലവനും ഉണ്ടെങ്കിൽ അവൻ കപടവിശ്വാസിയാണ് എന്ന ഈ ഹദീസിന്റെ വാക്കുകൾ മാത്രം സ്ഥിരപ്പെടുത്തുക, അവയുടെ അർത്ഥങ്ങൾ പറയാൻ പാടില്ല എന്നാണോ? അതല്ല, അതിന്റെ ബാഹ്യാർത്ഥം നൽകുക, അതിന് തഅ്വീല് മജാസിയായ അർത്ഥം നൽകാൻ പാടില്ല, ബാഹ്യാർത്ഥത്തിൽ നിന്ന് വിരുദ്ധമായ വേറൊരു അർത്ഥം, തെറ്റായ അർത്ഥം നൽകാൻ പാടില്ല എന്നാണോ? തീർച്ചയായിട്ടും അവയുടെ പദങ്ങളുടെ അർത്ഥങ്ങൾ നമുക്കറിയാം, അതിന്റെ അർത്ഥം ബാഹിറായ മാന നമുക്കറിയാം. പക്ഷേ തെറ്റായ തഅ്വീലാത്തുകൾ നൽകി അതിനെ ദുർവ്യാഖ്യാനിക്കാൻ പാടില്ല എന്നാണ് ഇമാമിങ്ങൾ പറഞ്ഞത്. അപ്പോൾ സിഫാത്തുകളുടെ വിഷയത്തിൽ മാത്രമല്ല, ഇങ്ങനെയുള്ള ഹദീസുകൾ സംബന്ധിച്ചും വന്നതുപോലെ ഉദ്ധരിക്കുക, സ്ഥിരപ്പെടുത്തുക എന്നും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥവും പണ്ഡിതന്മാരെ വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ സഹോദരങ്ങളെ, എത്ര വ്യക്തമായിട്ടാണ് അദ്ദേഹം ഈ വിഷയം ഇവിടെ കൈകാര്യം ചെയ്തത്. അപ്പോൾ സലഫികളുടെ അഖീദ ഈ വിഷയത്തിൽ എന്താണ്, സലഫികൾ എപ്രകാരമാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നൊക്കെ വ്യക്തമായല്ലോ. ഇതൊക്കെ കേട്ടാലും മുസ്ലിയാക്കന്മാർ ഇത് വീണ്ടും വീണ്ടും ഇത് പഴയ പല്ലവി തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ നമ്മുടെ ശ്രോതാക്കളായ ആളുകൾക്ക് ഈ വിഷയം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ രീതിയിൽ ഒരു വീഡിയോ ചെയ്തത്. ഇത് പരമാവധി സമസ്തയുടെ ആളുകൾക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. അവർക്കൊക്കെ ഇത് കാര്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. പല ആളുകളും മുസ്ലിയാക്കന്മാരുടെ സംസാരം മാത്രമേ കേൾക്കുന്നുള്ളൂ. പുരോഹിതന്മാർ ആ രീതിയിലാണ്. അവരുടെ മുജാഹിദുകളുടെ പ്രഭാഷണം കേൾക്കരുത് എന്നാണ് അവരുടെ നേതാക്കന്മാരെ ആളുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ മുജാഹിദിന്റെ പ്രസംഗം അവർ കേൾക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ മുജാഹിദുകളുടെ പേരിൽ ഇവർ ആരോപണം പറയുമ്പോൾ അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ പരമാവധി ദഅവാ രംഗത്ത് സജീവമാകുക. ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ സഹോദരങ്ങൾക്ക് ഇതൊക്കെ കൈമാറുക, അവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടി പറയുക. അപ്പോൾ അവർ കേട്ടോളൂ, അപ്പോൾ അവർ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും. ഈ പറയുന്ന മുസ്ലിയാക്കന്മാരുടെ ഫിത്നയിൽ നിന്ന്, ഇവരുടെ ഈ തോന്നിവാസത്തിൽ നിന്ന്, ഈ ദജ്ജാലിസത്തിൽ നിന്ന് അള്ളാഹു സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.